ദിവസം മൗനവ്രതമുണ്ട്, ചൊവ്വായും വെള്ളി. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അറിയാനൊക്കെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം നമുക്ക് ആവശ്യമാണെന്ന് വായനയൊക്കെ ആ ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് വായിക്കാനൊക്കെ പറ്റും. വെള്ളി ശനി ദിവസം നോർമലായിട്ട് കുറച്ച് പേരൊക്കെ വരും. എന്നാലും വായനയൊക്കെ എങ്ങനെ വൈഡായിട്ട് ബൈബിൾ സെക്കുലർ വായനകളൊക്കെ ഒന്നും കാര്യമായിട്ടൊന്നും അതൊക്കെ കിട്ടും. ഇതൊന്നും കാര്യമില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. കാര്യമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് കാര്യമില്ല. ഓരോ മനുഷ്യർക്ക് വ്യത്യാസമാണല്ലോ. എനിക്ക് അതിലൊന്നും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മള് അവിടെ ചെന്നേളൂ. അപ്പൊ സാറിന് അത് ഒരു കാര്യമായിരിക്കും. എനിക്ക് കാര്യമില്ലെന്ന് വിചാരിച്ച് സാറിന് കാര്യമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാറിന് സെക്കുലർ വീട്ടിൽ ജീവിച്ചേ ഒക്കത്തുള്ളൂ. അപ്പൊ സാറിന് അത് പഠിച്ചേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ആണെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ പോകും പ്രശ്നം. അത് വരുന്ന പ്രശ്നം അതാണല്ലോ. നമ്മുടെ ഒരു ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പാളിപ്പോകും. ശരിയാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ ഏകാന്ത ജീവിതം നയിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പവളായി പോയി. അതിന്റെ ആവശ്യമില്ല. ദൈവം ചിലരെ പ്രത്യേകം നിയോഗിക്കുന്നു, അവര് അതെടുക്കുക. ബാക്കിയുള്ളവർ അവർക്ക് ഉള്ള ദൗത്യം നിവർത്തി പോവുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരും ഇതാണ് നല്ലത്, ഏറ്റവും നല്ല ജീവിത രീതി ഇതാണ്, ഇങ്ങോട്ട് പോകുന്ന രീതി സ്വീകരിക്കാന്ന് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ ദൈവം വിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിത രീതിയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇതെല്ലാം സൃഷ്ടിച്ചവനായ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് തന്നെ നിയോഗിച്ചിരിക്കുന്നു. അതെല്ലാവരുമായി ഈ ഒരു കാലത്ത് ഇങ്ങനെ ആകേണ്ട യാതൊരു ആവശ്യവും ഇല്ലതാണ്. മനുഷ്യൻ ഈ ശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെടുക്കും വിളിക്കാൻ, ഇത്ര നാളേക്ക് ഒരു ഫലം കഴിക്കാൻ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് 8 വർഷം കൊണ്ട് ഫലം കഴിക്കുന്ന തെങ്ങുകളായി, 2 വർഷം കൊണ്ട് ഫലം കഴിക്കുന്ന നാവിൻ്റെ മരങ്ങളായി. അതേപോലെ മനുഷ്യനെ രണ്ട് മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടാവ് പൊതുവെ എങ്ങനെ കരുതിയിരുന്നോ അതിന്റെ ടോട്ടൽ കോൺസെപ്റ്റിൽ നിന്ന് വെളിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ സൃഷ്ടികളെ മനുഷ്യൻ ഇന്ന് സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അത് ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് അതിനെ എങ്ങനെ നോക്കി കണ്ടേക്കാം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് വരുമ്പം പുതിയ പുതിയ വിത്തുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അല്ലേ? പുതിയ ശാസ്ത്രം വളരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഈ പ്രകൃതിക്ക് വരുന്നൊരു മാറ്റമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തൊന്നും അധികം പറയാൻ പറ്റത്തില്ല. ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ നാടൻ പശുവിന്റെ ചാണകം, അതിന്റെ മൂത്രം, അങ്ങനെയൊക്കെയുള്ളതൊക്കെ വെച്ചിട്ട് കൃഷികളൊക്കെ ആയിരുന്നു നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ നാടൻ പശു ഇല്ലാണ്ടായി. അതിന്റെ ഇപ്പൊ നമുക്ക് പണ്ട് 1/2 ലിറ്റർ നമുക്ക് പാല് കിട്ടുകയുള്ളായിരുന്നു നാടൻ പശു. നമുക്ക് 5 ലിറ്റർ പാലും 8 ലിറ്റർ പാലും 10 ലിറ്റർ പാലും കിട്ടുന്ന പശുക്കൾ നമുക്ക് വീട്ടിലുണ്ടാകും. അവിടെ നമുക്ക് ഇപ്പോൾ വരുമാനം ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം മനുഷ്യൻ തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടായി വരുന്നതാണ്. അപ്പൊ ഇത് വന്നിരിക്കുന്ന വെച്ചാൽ ഈ പാല് കുടിക്കുന്ന മനുഷ്യൻ, പാല് കുടിക്കുന്നതുകൊണ്ട് മനുഷ്യനിലെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന രോഗങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ നാടൻ പശു ഒന്നും ഇല്ലാണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം പുറത്താർക്കൊന്നും പറയാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം ഇതിങ്ങനെയൊക്കെ ഉണ്ടത്തിൽ ഈ നാടൻ പശുവിനെ വളർത്താൻ പാരം തയ്യാറായില്ല. കാരണം എന്നാ അത് മുതലായില്ല. പക്ഷെ അതിന്റെ മൂത്രവും ചാണകവും എല്ലാം മണ്ണിൽ വന്നു കഴിയുമ്പോൾ മണ്ണിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. മണ്ണിലെ ജൈവാംശം അതെല്ലാം മണ്ണിരകള് മറ്റ് ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് മണ്ണിന്റെ ആ ഒരു സമീകൃതമായ തത്വം പാലിച്ചു പോകുന്നത്. അത് ഓൾട്ടർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന തരത്തിലുള്ള വളരെ സയന്റിഫിക് തത്വം മാത്രം ഉൾക്കൊള്ളിച്ച് വരുന്ന ഈ ഹൈബ്രിഡ് സംഗതികളൊക്കെ ഉണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ അതിന്റെ പരിണിത ഫലങ്ങൾ 100, 200, 1000 വർഷം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പരിണിത ഫലങ്ങൾ മനുഷ്യ സമൂഹത്തിനും പ്രപഞ്ചത്തിനും എല്ലാം
ഇങ്ങനെ ആയിരങ്ങൾ വർഷങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരും. അതാണ് അതിനകത്തെല്ലാം വരുന്ന പ്രശ്നങ്ങൾ. തമ്പുരാന്റെ ഒരു തീരുമാനമാണോ? തമ്പുരാന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിനകത്ത് നമ്മളെ എല്ലാ പ്രവൃത്തികളും കയറി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് ഈ ജീവനെ സംരക്ഷിക്കുന്നതിലും ജീവൻ പരിപോഷിപ്പിക്കുന്നതിലും, അതുപോലെ നമ്മുടെ ഈ സയൻസിന്റെ വളർച്ചയിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ പറ്റുന്ന ഒരു അവസ്ഥയെ നമ്മൾ വളർത്താതെ മറ്റു തരത്തിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം വളരെ വലിയ ഒരു സാമൂഹിക വിഷയങ്ങളായിട്ട് വരുന്നു. അതെല്ലാം മാൻ മെയ്ഡായിട്ട് വരും, ദൈവം ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് സംഭവിക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ നേരിടേണ്ടി വരും. അവിടെ ദൈവം ഇങ്ങനെ വന്ന് ക്രിയേറ്റർ വന്ന് അവിടെ കയറി ചാടി ഇടപെടാനോ ഒന്നും പറയാം. ക്രിയേറ്ററുടെ ലക്ഷ്യം ഇതേ ഉള്ളൂ, ഇങ്ങനെ പോകണം എന്ന് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വചനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയായിരിക്കണം മനുഷ്യന് അല്ലെങ്കിൽ പ്രപഞ്ചം. സൃഷ്ടി കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അത് തിരഞ്ഞെടുത്ത് സ്വാതന്ത്ര്യപൂർവ്വം ചെയ്യുക. ഒന്ന് ജീവനും ഒന്ന് മരണവുമാണ്. തിരഞ്ഞെടുപ്പ് നിനക്ക് ആത്യന്തികമായിട്ട് ലഭിക്കാൻ പോകുന്നത് ജീവനും മരണവുമാണ്. അതൊക്കെ അങ്ങനെ ആയിക്കെ സൃഷ്ടാവിന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് ദൈവം പ്രത്യേക സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കുക. നീ ഒന്ന് തിരഞ്ഞെടുക്കും, എന്തെങ്കിലും ജീവനായിരിക്കും പറഞ്ഞത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ ജീവൻ നിലനിർത്തണം എന്നുള്ളതാണ്. പക്ഷെ മരണമുണ്ട് എന്നുള്ള കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സൃഷ്ടാവിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായ രീതിയിൽ പോകുമ്പോൾ നമുക്ക് മരണമുണ്ടാകും. അതാണ് ദൈവം ഉണ്ടാകുന്നത്. അത് മരണം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ നമ്മുടെ അവസാനം മരണമല്ല ഞാൻ പറഞ്ഞു. മരണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ മുഴുവൻ അർത്ഥത്തിലാണ്. നിൽക്കുന്ന പിള്ളേരിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കേട്ടിരിക്കുന്നുണ്ട്. ഇത്രയും പുകഴ്ത്തലുകൾ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മൾ പാട്ടുപാടുക, പ്രാർത്ഥിക്കുക, നിത്യമായി ദൈവത്തെ സ്തുതിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ അത് ഒരു മനുഷ്യനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ മനുഷ്യനെ പൊങ്കൻ അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരൻ എന്ന് നമ്മൾ മനുഷ്യരെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളെല്ലാം സൃഷ്ടിച്ച, എല്ലാം അറിയാവുന്ന, എല്ലാം സർവ്വജനങ്ങളുടെയും നീക്കങ്ങളും പ്രവൃത്തികളും അറിയാവുന്ന ദൈവത്തെ ഇത്രയും പുകഴ്ത്തലുകളിൽ ആനന്ദിക്കുന്നുണ്ടോ അദ്ദേഹം എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പഠനമല്ല, ഒരു നറേഷനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ലല്ലോ. ദൈവത്തെ സംബന്ധിച്ചോളം ദൈവം സൃഷ്ടാവാണ് എന്നതിലാണ് ദൈവത്തിന്റെ സന്തോഷം. സൃഷ്ടിയായിരിക്കുന്ന ആരെങ്കിലും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് സന്തോഷം കൂടാനോ പറയാനോ പോകുന്നില്ല. ഞാനിപ്പോൾ ദൈവത്തെ സ്തുതിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ സന്തോഷത്തിനോ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിനോ കുറവോ കൂടുതലോ വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അപ്പനെ കാണാൻ ഞാൻ പോകുന്നത് എന്തിനാണ്? എൻ്റെ ഒരു ആവശ്യം. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഞാനിപ്പം ദൈവത്തെ സ്തുതിക്കുമ്പം അതിനകത്തൊന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അപ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും നമ്മളൊരു ബന്ധം അവിടെ രൂപപ്പെടുന്നുണ്ട്. ഞാൻ സൃഷ്ടിയും ദൈവം സൃഷ്ടാവുമാണ്. അപ്പൊ സൃഷ്ടാവിന്റെ ആ മഹത്വത്തെ എനിക്ക് കാണാനും അറിയാനും സാധിക്കുന്ന രീതിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം നമുക്കാണ് അതിന്റെ മെച്ചം കിട്ടുന്നത്. ദൈവത്തിന് ഒന്നുമില്ല. കാരണം ദൈവമാണ്. ദൈവത്തെ നമ്മുടെ ഒരു സ്തുതിപ്പോ എന്തെങ്കിലും കിട്ടിയിട്ട് ദൈവം നമ്മോട് കൂടുതൽ പ്രസാദിക്കാനും പോകുന്നില്ല. ഒരു സ്തുതിയും പറയാത്ത ആളായാലും ദൈവം തിരസ്കരിക്കാനും പോകുന്നില്ല. കാരണം ദൈവമാണ്. ദൈവത്തിന് അങ്ങനെ ഒരിക്കലും ആകാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കാണ് ആ ബന്ധം. അപ്പം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ് സ്തുതിപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നന്ദി പ്രകാശനത്തിലൂടെയൊക്കെ നമ്മളെ പാലിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവത്തെയായിട്ടൊരു ബന്ധം, ആ റിലേഷൻഷിപ്പ് നമ്മൾ ഉറപ്പിക്കുകയാണ്. അത് കുട്ടികൾ ചോദിക്കുന്ന ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട്. സുറിയാനി സഭാ പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അനേകമായിരങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തുതി ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് അങ്ങേ സ്തുതിക്കുന്നവർ അങ്ങയാൽ വിശുദ്ധരായി തീരുവാൻ. ആ ദൈവനാമം ഉച്ചരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വെറുതെ അങ്ങ് പറയത്തില്ലല്ലോ. അപ്പൊ അവർക്കുണ്ടാകുന്നൊരു പവിത്രതാ ബോധവും ഒരു സാങ്ക്ടിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളൊരു ബോധവും
ഈ സാധനങ്ങള് റബ്ബായ സാധനങ്ങൾ വെട്ടിയൊരു പ്രാർത്ഥനയാണ്. ആ ഒരൊറ്റ വരി പല ചോദ്യങ്ങൾക്കും ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, വിഷയം അതാണ്. ദൈവത്തിന് അതൊന്നും ആവശ്യമുള്ളത്. പിള്ളേർ ചോദിക്കുന്നതാണ് കാര്യമുണ്ട്. കാരണം പിള്ളേർ നോക്കുമ്പോ എല്ലാവരും കേട്ടിരിക്കുന്ന സന്തോഷിച്ചിരിക്കുന്ന ദൈവത്തെയാണ്. ആധുനിക കാലത്ത് ആധ്യാത്മികത അതിനെ ശരിവെക്കുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഈ ശബ്ദത്തിന്റെ ഒരു കോലാഹലവും ഈ ദൈവസ്തുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാക്കി മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഈ നിശബ്ദതയിൽ ഇപ്പൊ തിരുമേനി വന്നതുപോലെയുള്ള നിശബ്ദതയിൽ ഒരു അന്വേഷണത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. അല്ല, നിശബ്ദതയെ പറ്റി ഒരു പുസ്തകമുണ്ട്. ഞാനൊരു കാർഡിനൽ ആയിട്ടുള്ള സാറ എന്ന് പറഞ്ഞൊരു കാർഡിനുണ്ട്, കാത്തലിക് കാർഡിലാണ്. അതൊക്കെ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് സൈലൻസ് അഗൈൻസ്റ്റ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ നോയ്സ് എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയണം നിശബ്ദതയുടെ ആ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിശബ്ദത, അതായത് അദ്ദേഹം പറയണ നിശബ്ദത, ദൈവം നിശബ്ദനാണ്. ദൈവം നിശബ്ദനല്ലേ? ദൈവത്തെ നമ്മൾ പറയണ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നില്ല. നിശബ്ദത ദൈവത്തിന്റെ ലാംഗ്വേജാണ്. അതുകൊണ്ടാണ് നമ്മൾ നിശബ്ദതയിലേക്ക് പ്രവേശിക്കുന്നത്, ദൈവമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ നിശബ്ദത എന്നുള്ളതാണ് ദൈവത്തിന്റെ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ ആ നിശബ്ദതയിലേക്ക് നമ്മൾ പ്രവേശിച്ചേ പറ്റും. അപ്പൊ നമുക്ക് ദൈവമായിട്ടൊരു സംഭാഷണത്തെ അങ്ങനെ നടത്താൻ പറ്റും. പിന്നെ ഈ നിശബ്ദതയും ഏകാന്തതയൊക്കെ ഏറ്റവും വലിയ പവർഫുൾ, വളരെ വലിയ ഏറ്റവും വലിയ ക്രിയേഷൻ നടക്കുന്നത് ഈ നിശബ്ദതയിലാണ്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഹാർട്ട് രക്തം പമ്പ് ചെയ്ത് ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു ബോംബ് വന്നാൽ പ്രശ്നമായി. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഹൃദയം എത്രയും വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തോട്ടും ഇവൻ പമ്പ് ചെയ്ത് രക്തം വിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ല നമ്മളെ ജീവിക്കുന്നത്. പക്ഷെ ആരെങ്കിലും ഈ ഒച്ച കേൾക്കുന്നു? ഈ ഒച്ച ഒട്ടുമില്ലല്ലോ. ഒരു വർഷം ഞാൻ കേൾക്കുന്നില്ല. ഞാനുണ്ടാകുന്ന വശമില്ലാതെ എന്റെ ശരീരത്തിൽ ഇത്രയും വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒച്ചയാണ്. ഒരു ചെടി വളരുന്നു, ചെടി പൂവിടുന്നു. സൗരയൂഥത്തിൽ എത്രയോ ഗ്രഹങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. എന്തെങ്കിലും വെച്ച് നമുക്ക് കേൾക്കുന്നുണ്ട്. ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൈലൻസിലാണ്. അതായത് ആ പുസ്തകത്തിൽ പറയുന്നു, സൈലൻസ് എന്ന് പറയുന്നത് ഒരു ആബ്സൻസോ നെഗറ്റീവായിട്ടുള്ളൊരു ഒന്നുമില്ല. അവിടെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി നടക്കുന്നു. പറയുന്ന സ്തുതിപ്പുകളില്ലാതെ ദൈവത്തെ സമീപിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഈ പറയുന്ന ഈ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കണം. അല്ല, ഈ സ്തുതിപ്പുകൾക്ക് അപ്പുറത്തുള്ള ഒരു ഭാഷയിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ പറ്റും. അത് ഈ മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒന്നിനും നമുക്ക് തള്ളാനോ അല്ലെങ്കിൽ കുറയ്ക്കാൻ, ചില മനുഷ്യരെ സംബന്ധിച്ചുള്ള അവരുടെ പ്രത്യേകതയാണ്. അവര് സ്വമേധയാ കുറെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ആത്മസമ്പത്ത് നേടുക എന്നുള്ളത് ചില മനുഷ്യരെ സംബന്ധിച്ചുള്ള അവരുടെ ആ ഒരു പ്രത്യേകതയാണ്. അപ്പൊ എനിക്ക് ചിലപ്പോ ഒരു ഇങ്ങനെ കുറെ ഓച്ചത്ത് സ്തുതിച്ചാലേ എനിക്കൊരു ആത്മ സന്തോഷം കിട്ടുന്നു ഉള്ളൊരവസ്ഥ വന്നു കഴിയുമ്പോൾ അവൻ സ്തുതിക്കട്ടെ. സാധിക്കുന്ന അവനൊരു ആത്മസന്തോഷം കിട്ടുന്നു, അനുഭവം കിട്ടുന്നു. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ ദൈവത്തെ അവൻ ഉറക്കത്തിൽ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവരെ നമുക്ക് ആരെയും അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നവർക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയൊന്നും നമ്മൾ പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ടവൻ നമ്മളതല്ലോ, ദൈവമാണല്ലോ. പക്ഷെ ഇങ്ങനെയുള്ളവരും ഉണ്ട്. അവർക്കൊരു പക്ഷേ കൂടുതൽ അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചില വഴികളുണ്ടാവാം, വഴികൾ വേണമായിരിക്കാം. അതുകൊണ്ടായിരിക്കാണ് ഒരു പക്ഷേ മനുഷ്യൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഈ ബഹളം വെക്കുന്നു. അതെല്ലാ മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അത് ദൈവാന്വേഷികളായിട്ടുള്ള മറ്റു മതങ്ങളുള്ള ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നവര് ശരണം അയ്യപ്പ, അയ്യപ്പ ശരണം പറഞ്ഞോണ്ടാ പോണം. അങ്ങനെ പറഞ്ഞോണ്ട് നിർത്താതെ പറഞ്ഞോണ്ട് പോവില്ലേ? അയ്യപ്പോ സ്വാമി ശരണം, അയ്യപ്പോ. അവരങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിലാണ് അവരുടെ ഒരു മനസ്സിന്റെ തൃപ്തി നിൽക്കുകയാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും അവരെ ഇങ്ങനെ, ചില മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകാം. ചിലർക്ക് കുറച്ചും കൂടി ഒരു അവരുടെ സ്വാഭാവിക പ്രത്യേകതകൾ, നമ്മുടെ സൃഷ്ടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില പ്രത്യേക
ഘടകങ്ങൾ. ഇപ്പൊ ദൈവസൃഷ്ടാവായോണ്ട് ആ സൃഷ്ടിയിൽ ഉള്ള പ്രത്യേകതകളാണ്, ഭയങ്കര വൈരുദ്ധ്യങ്ങളല്ലേ ഈ കാണുന്നത്. ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് തുല്യനായിട്ടില്ല. ലോകത്ത് എത്ര കൂടി ജനങ്ങൾ ഈ ഭൂമി പ്രപഞ്ചത്തിനുണ്ടായാലും ഒരാളെപ്പോൾ മറ്റൊരാളില്ലല്ലോ. അല്ലേ, സൃഷ്ടി ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. മനുഷ്യൻ എപ്പോഴും സൃഷ്ടിക്കുകയാണ് ഈ ഹോമോജീനിയസ്. ഈ ഫോർഡ് കാറുകാർ ഉണ്ടാക്കുന്ന കാറെല്ലാം ഒറ്റ എല്ലാം ഒരുപോലെ. ഈ കമ്പനി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെ. പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ പ്രത്യേകതയാണ് ഒരു മനുഷ്യനും വേറെ മനുഷ്യനും ഒപ്പമല്ല. അതുകൊണ്ടാണ് ഈ സൃഷ്ടി മനുഷ്യന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഒരു പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തി. അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. കാരണം അതിന്റെ ഉത്തരവത്രേ ഉള്ളൂ. ഒരിക്കലും ഒരു കുഞ്ഞു ഹോമോജനിറ്റി ഇല്ല. ട്വിൻസ് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല.